السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഗൗരവാന്വിത ശംസുലമ കൾച്ചറൽ സെന്റർ കർണാടക SUCC ഇതിരെ പ്രഗത്ഭരായ അധ്യക്ഷരെ, ഇത്തര ഭാരവാഹിമാരെ, കൂടിയ എൻ്റെ പിരിസത്തെ മുമ്പിനിങ്ങളെ, ദീർഘപ്രഭാഷണത്തെ വേളയല്ല എല്ലാവരും പൈച്ചോണ്ടിക്കട സന്ദർഭം വിളിച്ചേക്ക് വേണ്ടിട്ട് മാത്രം ഒന്ന് രണ്ട് വിഷയത്തെ ചൊന്നിരുന്ന ആശംസാക്കും വേണ്ടിട്ട് പ്രയത്നങ്ങൾ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ഒരു കാലത്തെ ഇതിഹാസമായിട്ട് തന്നെ നിങ്ങൾ നോക്കിയാലോ, ഓരോരോ ശതമാനത്തില് പ്രഗത്ഭരായ ആലിമീങ്ങൾ ഇമ്മത്രങ്ങി ഈ പ്രപഞ്ചത്തിൽ വന്നു പോയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിതൈന അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തിജ്വലിക്കട സൂര്യ ആയിട്ടുണ്ട്. അഥവാ എല്ലാ അമ്പിയാക്കന്മാർക്കും നേതാവായിട്ട് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1.25 ലക്ഷത്തി ചില്ലറ സ്വഹാബത്രങ്ങളെ എന്നയുടെ സന്ദർഭത്തിലും പരിശുദ്ധ ഖുലഫാഉർ റാഷിദീങ്ങളായിട്ട് കിടാറ് അതിൽ പ്രഗൽഭന്മാർ. അതേപോലെ താബിഈങ്ങളുടെ എന്നയുടെ സന്ദർഭത്തിൽ 4 മദ്ഹബ് ഇമാമുടെ പോലെ പിന്നെ ഇമ്മത്രങ്ങളെ കൂട്ടത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലത്തെ മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ ബുഖാരി മുസ്ലിം പോലത്തെ അങ്ങനെ ധാരാളം ഓരോരോ കാലത്തിലും ഓരോരോ സന്ദർഭത്തിലും സംബന്ധപ്പെട്ട പണ്ഡിത ജ്യോതിഷിമാർ എന്നാണ്. 19ാം ശതമാനത്തെ പണ്ഡിത ജ്യോതിഷിയായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ദുനിയാവുള്ള ലക്ഷക്കട്ടല ആലിമീങ്ങൾ 19ാമത്തെ ശതമാനത്തിൽ ഇന്നറിണ്ട് കണ്ടെങ്കിൽ ഇണ്ടല്ല നിങ്ങളുടെ റായത്തിൽ പ്രതി ഒരു റായത്തിലും യാറ പേര് ചെല്ലുടെ ആലിമീങ്ങളെ കൂട്ടത്തിൽ പേര് ചെല്ലുടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ചുമ്മ വർഷായിട്ട് വഫാത്തായിട്ടുണ്ട് കണ്ടെങ്കിൽ ഇപ്പോഴും മറക്കാണ്ട് ആ പേര് ഈ ഭൂലോകത്തിൽ നിന്ന് മൂലഎടുത്തിട്ട് അനുസ്മരണാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇറാഖിയുടെ ചരിത്രം നോക്കിയുള്ളൂ നിങ്ങൾ, അവിടുന്ന് മുസൽമാനക്ക് സമാധാനം ഇല്ല. അതൊരു മുസ്ലിം രാഷ്ട്രം. മുസ്ലിമിടക്ക് സമാധാനം മുസ്ലിം രാഷ്ട്രത്തിലില്ല. അഫ്ഗാനിസ്ഥാനത്തെ ചരിത്രയും അതേപോലെ സിറിയത്തെയും ഈജിപ്തിന്റെയും അതുപോലത്തെ എല്ലാ മുസ്ലിം രാഷ്ട്രത്തെ അറേബ്യൻ സാമ്രാജ്യത്തെ ചരിത്രയും അതേപോലെ ഒരു സമാധാനത്തിൽ ഒരു ചന്തത്തിൽ റാഹത്തിൽ ഒരു ജീവൻ നടത്തുന്ന പോലത്തെ സൗകര്യമില്ല. ഇസ്ലാമിക് ആഡളിത ഇന്നിട്ടും ഇസ്ലാമിക് രാഷ്ട്രമായിട്ടും ഇസ്ലാമിയുടെ മുസ്ലിമിടങ്ങ യാറ ഇന്നിട്ടും സമയത്ത് ഭാരത ചെല്ലത് പ്രജാപ്രഭുത്വ രാഷ്ട്രം, മുസ്ലിമിടങ്ങ അല്പസംഖ്യാത. ഇസ്ലാം രാഷ്ട്രത്തില് ഇന്നതിരെ കാണയാറ സ്വതന്ത്രത്തില് അഭിമാനത്തില് നല്ല അന്തസ്സോടുകൂടെ ജീവൻ നടത്തുക അല്പസംഖ്യാത ആയിട്ടും ഞങ്ങളെ ഭാരതത്തിൽ സാധ്യമായിട്ട് കണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹുടെ പോലത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹിതമായ സംഘടനയുടെ ആലിമ്യങ്ങൾ നമുക്ക് തന്നെ കാട്ടിത്തന്നെ അതേപോലെ ഉത്തമ തെരുവായിട്ട് മാർഗദർശനായിട്ട് കിടന്നത്. സ്വതന്ത്രമായിട്ട് ഞങ്ങളുണ്ട്. ബാങ്കോടുകൂടെ ഇസ്ലാമിയുടെ പബ്ലിക്കായിട്ട് സ്റ്റേജ് കേട്ടിടുന്ന പരസ്യമായിട്ട് സാർവജനികമായിട്ട് നമുക്ക് ചെന്നു കൊടുക്കുക എല്ലാ സ്വാതന്ത്ര്യം. ഇപ്പൊ സൗദി അറേബ്യ നോക്കിയുള്ളൂ, ഇസ്ലാമിക് രാഷ്ട്ര, ഇസ്ലാമിക് ആഡളിത, ഇസ്ലാമിക് കാനൂണു ഇതെല്ലാം ഇല്ലിട്ട് ഈ പരത്രാളുമാർ പോയിട്ടുള്ളൂ ഖുർആനാവട്ടോ ഹദീസാവട്ടോ ഒരു സ്റ്റേജ് കെട്ടിട്ട് പബ്ലിക്കിൽ പ്രസംഗിക്കും പോലെ ഇല്ല. അപ്പൊ എത്ര ചന്തത്തിലുള്ള ഒരു ചന്തത്തറായ നിങ്ങളത് ഫലസ്തീന്റെ മുസ്ലിമിടങ്ങളെ ദയനീയ പരിസ്ഥിതി ഒന്ന് നിങ്ങൾ നോക്കിയല്ലോ. മുസ്ലിമിടങ്ങൾ ഉണ്ട്, ഇന്നലുണ്ടല്ല പണ്ടേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ പിന്നെ എല്ലാ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹ്യങ്ങൾ കാട്ടി തന്നെ പരിശുദ്ധമാക്കപ്പെട്ട സമാധാനത്തെ തരൂ. എല്ലാവർക്കും ഉപാക്കാറാക്കിയിട്ടും എല്ലാരെയും പിരിസബിച്ചിട്ടും എല്ലാവർക്കും സഹക്കാറാക്കിയിട്ടേ ഗുന്തു. ബൈത്തുൽ മുഖദ്ദസ് സയ്യിദുന
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മോണോ പ്രപഞ്ചത്തെ രാജാവായിരുന്ന സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച പള്ളി, ജിന്നും ഇൻസും ചേരിട്ട് നിർമ്മിച്ച പള്ളി. ഇണ്ട് ആ പള്ളിയിൽ 3 ആളുമാർ ഓതി കേട്ടുകൊണ്ടുള്ളവർ, 3 ആളുമാരുണ്ട് പിന്നെ അതിൽ ആരാധനാക്കിയിട്ടുള്ളവർ മുസ്ലിംസും ക്രൈസ്തറും അതേപോലെ യഹൂദിമാരും. ആ പള്ളി ആരത് ചെണ്ട വിഷയത്തിലായിട്ട് എച്ചിനംസ ചാനലിന്റെ ചർച്ചയാക്കിയിട്ടുള്ളേ. യഹൂദിമാർ ചെന്നെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അംഗീകാരാക്കുന്ന ആളുമാരുണ്ട് അങ്ങ് ചെന്നിട്ടുള്ളത്. ക്രൈസ്ത സമുദായത്തെ ചെല്ലുന്നത് ജീസസ് അഥവാ യേസു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ബന്ധപ്പെട്ട വിഷയം അത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ അർഹത്തുള്ള ചെന്നങ്ങ് ഓതി കേട്ടിട്ടുള്ളത്. ഇണ്ടത്തെ ആധുനിക ചാനൽ ചെന്നിട്ടുള്ള ഇസ്ലാം അത് പിന്നെ വന്നതല്ലേ. ഇസ്ലാം പണ്ടക്കാണ് മുന്നുള്ളൂ. ഈസാ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാം അഥവാ യഹൂദിമാരും നസ്രാണിമാരും മുന്നുളിന്നങ്ങല്ലേ. മുസ്ലിമിടങ്ങ പിന്നെ വന്നതല്ലേ. അതെങ്ങനെ മുന്നുളിന്ന പള്ളി പിന്നെ വന്നെങ്കിൽ അവിടെ സമാലല്ല അത് ചെന്നിട്ട് ഈ രൂപത്തിൽ സാധാരണ ആളുമാരെ തല തിന്നോണ്ടിക്കെടുത്ത് യഥാർത്ഥത്തിൽ സനാതന ധർമ്മ ചെന്നെങ്കിൽ അതല്ലെങ്കിൽ ഈ ഭൂലോകത്തിൽ മനുഷ്യ ഉണ്ടായാൽ പിന്നെ മനുഷ്യ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ധർമ്മ അത് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം അല്ലാത്തൊരു ധർമ്മ ഈ പ്രപഞ്ചത്തിൽ സ്റ്റാർട്ട് ഉണ്ടായിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്റ്റ് നബി. ആ നബി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല നബിയായിട്ട് കടത്തിയത്, മുസ്ലിമായിട്ടേ കടത്തിയത്, ഇസ്ലാം ധർമ്മവുമായിട്ടേ ഈ പ്രപഞ്ചത്തേക്ക് കടത്തിയത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ വഫാത്തിൽ പിന്നെ ആളുമാർ ബഹുദൈവ ആരാധനക്ക് പോകേണ്ട സന്ദർഭത്തിലായിട്ട് നൂഹ് നബി അലൈഹി സ്വലാമുടെയും ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ അമ്പിയാക്കന്മാർ ഇതുപോലത്തെ അമ്പിയാക്കന്മാർ അല്ലാഹു തആല കടത്തുന്നത് ആളുമാർ ഇസ്ലാം വിട്ടുപോകേണ്ട സന്ദർഭത്തിൽ റിപ്പീറ്റ് ഇസ്ലാമിലേക്ക് വിളിക്കുകയാനായിട്ട്. അങ്ങനെ 1.25 ലക്ഷത്തോളം വന്ന അമ്പിയാക്കന്മാർ. അക്കൂട്ടത്തിൽ അബ്രഹാം ചെന്നിട്ട് ഈ പ്രപഞ്ച ചിത്രീകരണാക്കണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ജോസഫ് ചെന്നിട്ട് ചിത്രീകരണാക്കണ്ട യൂസുഫ് നബി അലൈഹി സ്വലാം, ജേക്കബ് ചന്ദ്ര ചിത്രീകരണാക്കട ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മോസസ് ചന്ദ്ര ചിത്രീകരണാക്കട സയ്യിദന മൂസാ നബി അലൈഹി സ്വലാം, യേശു ചന്ദ്ര ചിത്രീകരണാക്കട ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നോഹ ചന്ദ്ര ചിത്രീകരണാക്കട ബഹുമാനപ്പെട്ട സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായേൽ ചന്ദ്ര ചിത്രീകരണാക്കട ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതുപോലത്തെ എല്ലാ അമ്പിയാക്കന്മാരും മുസ്ലിമിടങ്ങായിട്ടുള്ളത്, അങ്ങ് ഇസ്ലാമിയുടെ പ്രചാരകന്മാരായിട്ടുള്ളത്, പ്രവാദിമാരായിട്ടുള്ളത്, അങ്ങ് ആരും ദൈവന്മാരൊന്നും അല്ല. അക്കൂട്ടത്തിൽപ്പെട്ട സോളോമൻ അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാം, ഡേവിഡ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ മോളും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച പള്ളി അത് മുസ്ലിമിടങ്ങളുടെ പള്ളി, അള്ളാഹുക്ക് സുജൂദ് റക്ബാനായിട്ട് ഉണ്ടാക്കിയ പള്ളി. ബഹുമാനപ്പെട്ട സയ്യിദന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 300 മന്ന ആളുമാർ അങ്ങ് ഇസ്ലാമിയുടെ ബഹുദൈവ ആരാധനത്തെ പിറകിൽ കൊണ്ട് സന്ദർഭത്തിൽ ഇസ്ലാമിക്ക് പിടിപ്പിച്ച ആള്, ഇസ്ലാമി ദഅവത്ത് ബാനായിട്ട് വന്ന ആള് സയ്യിദന സുലൈമാൻ നബി. ബഹുമാനപ്പെട്ട സയ്യിദന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഖൗമുടെ പേരിയായിട്ട് കിടര് യഹൂദിമാർ ചെന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഉമ്മത്തിയായിട്ട് കിട യഹൂദിമാർ അങ്ങാണ്ട് മുസ്ലിമുകളായിട്ട് മുസ്ലിമീങ്ങളായിട്ട് സന്ദർഭം സയ്യിദന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാലാനന്തരങ്ങളെ വഫാത്തിൽ പിന്നെ ആൾമാർ ബഹുദൈവ ആരാധനത്തേക്ക് പോയ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക്ക് റിട്ടേൺ വിളിക്കുകയാണ്. സയ്യിദന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കടത്തിയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കുട്ടിക്ക് ബസേറിട്ടിന്ന ആൾമാർക്ക് പേര് നസറാണിമാർ, നസാറാക്കന്മാർ. ആ നസാറാക്കന്മാർ 300 അമ്പിയായുടെ ഉമ്മത്തിയായിട്ട് യഹൂദിമാരായിട്ട് കൺവെർട്ട് ആയപ്പോ ഇസ്ലാമിക്ക് റിട്ടേൺ വന്നപ്പോ നസാറ ആയറി. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ആകാശാരോഹണത്തിൽ പിന്നെ സരിസുമാർ 600 വർഷത്തെ ഇടയിൽ വന്ന ആളായിട്ട് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ കൂട്ടത്തിലും അണ്ട് യഹൂദിയായിട്ട് കാഫിറായി പോയിട്ടുന്ന ആളുമാർ, അല്ലെങ്കിൽ നസ്രാണിയായിട്ട് കാഫിറായിട്ട് പോയിട്ടുന്ന ആളുമാർ, ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനി ദഅവത്ത് അവിടെ സന്ദർഭം അങ്ങമേ ഇസ്ലാമൊക്കെ ബന്ധപ്പെട്ടു. സ്വഹാബത്തങ്ങളുടെ കൂട്ടത്തിൽ 300 യഹൂദിയായിട്ട് എന്നാൾ മാറിന്നത്, സ്വഹാബത്തങ്ങളുടെ കൂട്ടത്തിൽ 300 നസാറായിട്ട് എന്നാൾ മാറിന്നത്, സ്വഹാബത്തങ്ങളുടെ കൂട്ടത്തിൽ യഹൂദിയും നസറാവും അല്ലാത്ത 300 മുശ്രിക്കുകളായിട്ട് എന്നാൾ മാറിന്നത്. ഇങ്ങളെല്ലാവരെയും അങ്ങെല്ലാവരും പണ്ട് തങ്ങളെ പാരമ്പര്യവും ഇസ്ലാമായിട്ട് കിട് ഇസ്ലാമിയുടെ വിട്ടുപോണ്ട സന്ദർഭത്തിൽ ദീനി ദഅവത്ത് റിട്ടേൺ പറയുവാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ കടത്തറ അതര ലാസ്റ്റ് കണ്ണിയായിട്ട് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം ദീനിയുടെ സ്ഥാപക അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്നൽ പിന്നെ ഇസ്ലാം ദീനിയുടെ തുടങ്ങിയതല്ല.
ಬದಲಿಗೆ ಇಸ್ಲಾಂ ದೀನರ ಸ್ಥಾಪಕ ಅದು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ. ಅದರ ಪ್ರಥಮ ಪ್ರಚಾರಕ ಸಯ್ಯಿದನ ಆದಂ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ, ಲಾಸ್ಟ್ ಪ್ರಚಾರಕ ಪ್ರವಾದಿ ಸಯ್ಯಿದನ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാണ്ട് ഇസ്ലാമിന്റെ സ്ഥാപക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അതുകൊണ്ടിട്ടായിട്ട് ബൈത്തുൽ മുഖദ്ദസ് അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദത്ത് എടുത്ത ജാഗിയത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദത്ത് എടുത്ത ജാഗിയത്ത്. ഇസ്ലാമിയുടെ യക്ഷരംശ ബഹുതേക അമ്പിയാക്കന്മാർ അതിൽ ചുറ്റുഭാഗത്തിൽ വീണ്ടും കിടന്നുറങ്ങിയിട്ടുള്ളേ ധാരാളം മഖ്ബറ ഈ അമ്പിയാക്കന്മാർ ഖബറു ഷരീഫിന്റെ ജാഗ. ഇതെല്ലാം ചൊല്ലുക കാരണം ആധുനിക കാലത്തില് ഫലസ്തീന് ചിലരുടെ ആളും റായത്തില് 10,000 കാണയാറ് ചെറിയ ചെറിയ മക്കവും അതേപോലെ പെണ്ണുങ്ങളെയും യഹൂദി ടെററിസ്റ്റുമാർ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇത് ചെമ്മ ഈ ചരിത്രം പഠിക്കണായ അഗത്യമുണ്ടു. അതുകൊണ്ടിട്ട് ഞാൻ പ്രത്യേകം നെനപ്പാക്കുള്ളത് ഫലസ്തീന്റെ മുസ്ലിം ഉണ്ടെങ്കിൽ വിജയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയാക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പണ്ടേ ചെന്ന ഹദീസ് ഉണ്ട്. ഈ രൂപത്തിൽ ഇന്ന് ഫിത്നയും ഫസാദും അറേബ്യൻ സാമ്രാജ്യത്തിൽ നടക്കൂ ചെല്ലത് അത് നടന്നുകൊണ്ടേക്കൂ. അയങ്ങ ഞങ്ങളെ കർത്തവ്യ അതിന് വിജയത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതും പ്രാർത്ഥന ആക്കുന്നതും പ്രപഞ്ചത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരെയും ഹഗ് ആയിട്ടിട്ട് ഒരു ഭാഗത്തിൽ ഉഗ്രവാദി ചെന്നിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ ചിത്രീകരണാക്കുന്ന സന്ദർഭത്തിൽ ഉഗ്രവാദിമാർ 6 ചന്ദ്രന്റെ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടുമുണ്ടു. യക്ഷരംശ ഉഗ്രവാദിമാരെ ഉണ്ടാക്കിയതും അതിൽ സൃഷ്ടിച്ചതും ICC പോലത്തെ ഉഗ്രവാദി സംഘടന ഉണ്ടാക്കിയതും ഇസ്രയേൽ ചിലരുടെ റായത്തെ യഹൂദിമാർ ചിലതിൽ യാതൊരു സംശയം ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുന്തില്ല കഥ ഏതും അവിടെ ഇതെല്ലാം ചൊല്ലുക കാരണം അൽഹംദുലില്ലാ ഞങ്ങളുടെ റായത്തിൽ പരിശുദ്ധ മുസ്ലിമിടങ്ങൾ സമാധാനത്തില് സന്തോളത്തില് ഹിന്ദുവും മുസ്ലിമും ജൈനനും ക്രൈസ്തനും ഫാറസിയും ബൗദ്ധനും സകല ആളുമാറും ഒగ్గട്ടിലും ഐക്യത്തിലും സ്നേഹത്തിലും വേണ്ടി ജീവൻ നടത്തുന്നുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാത്തും കൊടുക തന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടിയ പരിശുദ്ധ ഇസ്ലാമിയുടെ സാന്നിധ്യമത്ര. നിങ്ങൾക്ക് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ചെലനായ പളക്കമൊന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച പളക്കത്തിൽ അത്യുത്തമ പളക്ക ഏതുണ്ട് കേട്ടെങ്കിൽ സ്വാഭാവിക നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഖതീബ് ഉസ്താദുമാർ ഇമാമുടങ്ങ ചിലർ അഫ്ളലു ദിക്ർ, ദിക്റുടെ കൂട്ടത്തിൽ നമ്പർ 1 ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അത് മാത്രമല്ല ആ ദിക്റുടെ ഒരു മനുഷ്യ ലാസ്റ്റ് ആ ദിക്ർ ചെന്നാട്ട് കണ്ടെങ്കിൽ അവന് നാളെ അവൻ സ്വർഗത്തേക്ക് പോയിട്ടായിട്ട് അവൻ നരക തട്ടുക സമയത്ത് ഇല്ല ലാസ്റ്റ് പളക്ക ആ ദിക്റായിട്ട് കണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാണാൻ ഒരു ദിക്റില്ല. ആയെങ്കിൽ ഒരു മുസ്ലിം പിന്നെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലത് ബദലുക ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാണാൻ ആറ് ശ്രേഷ്ഠത്തെ ഉണ്ടു. ഒരു മുസ്ലിം കാണ്ട സന്ദർഭത്തിൽ അസ്സലാമു അലൈക്കും ചൊല്ലതുക്ക് അസ്സലാമു അലൈക്കും ചെന്ന അല്ലാഹുടെ സമാധാന ശാന്തി നിങ്ങൾക്ക് കെട്ടി ചന്ദ്രഅർത്ത പരസ്പര ശാന്തി മന്ത്രിക്കട ആളുമാറായിട്ട് കിടന്ന പരിശുദ്ധ മുസൽമാൻ എല്ലാ ജാതി ധർമ്മത്തെ ആളുമാരെയും പരസ്പര പിരിസത്തുക്ക് വേണ്ടിയിട്ട് കൊടുക കൊടുത്ത ആളുമാറായിട്ട് കിടന്ന പരിശുദ്ധ മുസ്ലിം ഇടങ്ങ. ഇന്ത്യത്തിൽ ധാരാളം കൊടുകയുണ്ട്. പണ്ടത്തെ 800 ചില്ലര പിന്നെ ഇസ്ലാമിക് രാജാക്കന്മാർ ആഡളിത്ത് നടത്തിയിട്ട് പോകേണ്ട സന്ദർഭത്തിൽ ഇണ്ടും ഈ റായത്തിന്റെ അഭിമാനത്തിൽ ചിലരുടെ പോലത്തെ എത്രയോ സ്മാരക ഈ പ്രപഞ്ചത്തെ അങ്ങ് ബാക്കി വായിപ്പിച്ച് പോയിട്ടാണ്. ഏതുമാവട്ടു ഇണ്ട് ആധുനിക കാലത്ത് സരിസുമാറും 100 വർഷത്തെ ഇടയിൽ സുസജ്ജിതമായ രൂപത്തില് നല്ല സുവ്യവസ്ഥമായ രൂപത്തില് വ്യവസ്ഥിത രൂപത്തില് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രതി ഒരു മനുഷ്യരെ കൽബുകും എത്തുപാട്ട സംഘടന എന്നെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഅയുടെ മഹിതമായ സംഘടന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ പരിശുദ്ധ ഇസ്ലാം ഞങ്ങളുടെ റായത്തൊക്കെ കടന്നു കാളിവീച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ അതിൽ പിന്നെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ക്രാന്തി ഉണ്ടായത് യാറെ പ്രചാരം ഉണ്ടായത് ഞങ്ങളുടെ ദക്ഷിണ ഭാരതത്തില് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആലയുടെ കാലത്തും അതേപോലെ ഉത്തര ഭാരതത്തിൽ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി സഞ്ചരി റളിയല്ലാഹുവിന്റെ കാലത്തിലുമായിട്ട് അതിൽ പിന്നെ ഇസ്ലാമിക്ക് വ്യാപകമായിട്ടുള്ള പ്രചാരം ഉണ്ടായത് മദ്രസ സംവിധാനവും ഓരോ റായത്തിലും ഇസ്ലാമികപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടെ ജീവൻ നടത്തുകന്നെ ആ നല്ല വ്യവസ്ഥിത രൂപം ഉണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഅയുടെ മഹിതമായ സംഘടന ഉണ്ട്. അൽഹംദുലില്ലാഹ് അതിനെ നിരന്തരമായിട്ട് 40 വർഷത്തോളം നിരന്തരമായിട്ട് പ്രധാന കാര്യദർശിയായിട്ട് അതിനെ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന് നേതൃത്വം തന്നുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ആ കാലത്തെ ഒരു കാലത്തെ അഥവാ 19ാമത്തെ കാലത്തെ ശതമാനത്തെ മുജദ്ദിദായിട്ട് ശൈഖുനാ ശംസുൽ ഉലമാ നവറല്ലാഹു മർഖദ ആ മഹാനുഭാവൻ കാട്ടി തന്നെ ആ പൗരുഷോജ്വലമായ ധാർമ്മിക ശൈക്ഷണിക ശൈലിയായിട്ട്
ഇട്ടിക്കട് ഇണ്ട് നങ്ങിന്റെ അലവടിക്കാക്കിട്ട് ഞങ്ങളുടെ മക്കൾക്കും പഠിപ്പാട്ടിയുണ്ടും സുന്ദരമായ രൂപത്തിൽ പരിപൂർണ ഇസ്ലാമിന്റെ തനതായ രീതിയിൽ ആ ഒറിജിനാലിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിണ്ട് പ്രചാര പ്രവർത്തനത്തിൽ ഇളിഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കട ലാസ്റ്റ് നിമിഷത്തോളം ആ പരിശുദ്ധ സമസ്തയിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ദീനയുടെ ഖിദ്മത്ത് എടുക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് എടുക്കുന്ന സൗഭാഗ്യ അല്ലാഹു നമുക്കും ഞങ്ങളുടെ കുടുംബത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ചന്ദ്ര പ്രാർത്ഥനാ കിടതിരൊട്ടിಗೆ SKSF SYS ജമിയത്തുൽ ഉലമ ഇതുപോലത്തെ എല്ലാ സംഘടനയും വിവിധ രൂപത്തിൽ വിവിധ ശൈലിയിൽ ധാർമ്മിക പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദിനെ പോലത്തെ ബാബ മദൻ ഉസ്താദിനെ പോലത്തെ മാഹിന്ദാരി ഉസ്താദിനെ പോലത്തെ ഹനീഫ് മുസ്ലിയാർ ഉസ്താദിനെ പോലത്തെ അബൂ സിറാജ് ഉസ്താദിനെ പോലത്തെ ഉസ്താദുമാരും ഉമറാക്കന്മാരും കൂടിയിട്ടുണ്ടാക്കിയ സുന്ദരമായ ഒരു ശംസുൽ ഉലമ കൾച്ചറൽ സെന്റർ കർണാടക. ഇതരെയും ഉദ്ദേശ ഈ സമുദായത്തെ സാമാജിക ശൈക്ഷണിക അതേപോലെ വിവിധ രൂപത്തിന് സഹകാരാക്കത്തിൽ ആക്കിയിട്ട് സോഷ്യൽ മുഖാന്തര ഈ ആളുമ ദീനുടെയും സമുദായത്തെയും ഖിദ്മത്തിനുള്ള ഉദ്ദേശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ಅದರ ಶಿಲ್ಪಿಮಾರ್ಗ ಆಫಿಯತುಲ ದೀರ್ಘಾಯುಷ ಪ್ರದಾನ ചെയ്യുമാറാവട്ടെ. ചന്ദ്ര പ്രാർത്ഥനാ കിടതിരൊട്ടിಗೆ നക്കി ഒന്ന് രണ്ട് പളക്ക ചൊല്ലുക അവകാശ ആക്കി തന്നെ SUCC കമ്മിറ്റിക്കും ಅದರ ഭാരവാഹിമാർക്കും ഞാൻ അഭിനന്ദന തിരുപ്പാട്ട് പളക്കത്തേക്ക് ബ്രഹ്മ ആക്കടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.